നമസ്കാരം. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. എല്ലാവർക്കും ആദ്യമായിട്ടൊരു ശുഭദിനം നേരുന്നു. ശുഭ മാർക്കറ്റ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ മാർക്കറ്റ് ഓൾറെഡി ഇന്നലെ 10% കറക്റ്റ് ചെയ്തൊരു അവസ്ഥയിലാണ് ഉള്ളത്. ഇന്നലത്തെ മാർക്കറ്റ് പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. കാരണം ഇന്നലെ ഒരു നിഫ്റ്റി ഈ ഒരു മാസം തന്നെ 3 തവണ ടച്ച് ചെയ്ത ആ ഒരു മേജർ സപ്പോർട്ട് സോൺ ബ്രേക്ക് ചെയ്തപ്പോൾ കൂടുതൽ പാനിക്കായതും കൂടുതൽ റിയാക്ട് ചെയ്തതും റീറ്റെയിലേഴ്സാണ്. റീറ്റെയിലേഴ്സ് എല്ലാം തന്നെ ഒരു ഏരിയ കടന്നാൽ അതീവ ബീറിഷ് ആകുമെന്നുള്ള ഒരു പെർസ്പെക്റ്റീവാണ് കൂടുതൽ റീറ്റെയിലേഴ്സിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ അത് തന്നെ ഇന്നലെ മാർക്കറ്റിൽ റിഫ്ലക്റ്റ് ചെയ്തു. കാരണം ഇന്നലെ ഫേസ് 2500 കോടി രൂപയുടെ സെല്ല് നോർമൽ സെല്ലാണ്. DIs അതിൻ്റെ ഏകദേശം ഒരു 2 ഇരട്ടി കൂടുതൽ ബൈ നടത്തി 6100 കോടി രൂപയുടെ ബൈ. എന്നാൽ റീറ്റെയിലേഴ്സ് ആ ഒരു മേജർ ഏരിയ ടേക്ക് ഔട്ട് ചെയ്തപ്പോൾ മാർക്കറ്റിന് അതിശക്തമായിട്ട് അൽഗോ ചെയ്യുന്ന ആളുകളും അതല്ലെങ്കിൽ ഒരു മേജർ ഏരിയ വെക്കുന്ന ആളുകളും സ്വിങ്ങിലും എല്ലാ ആളുകളും അതൊരു സ്റ്റോപ്പ് ലോസ് ആയിട്ടൊക്കെ വെച്ചിട്ടുണ്ടാവാം. അപ്പോൾ ആളുകൾ വലിയ തോതിൽ സെല്ല് ചെയ്ത് മാർക്കറ്റിനെ വലിയ തോതിൽ താഴേക്ക് പോയി. 5 മന്ത് ലോയാണ് ഉള്ളത്. കഴിഞ്ഞ ജൂണിൽ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ലോയാണ് ഇപ്പോൾ നിഫ്റ്റി നിൽക്കുന്നത്. ഇന്നലെ US ഇൻഫ്ലേഷൻ ഡേറ്റയാണ് നമുക്ക് വരാൻ ഇരുന്നത്. 2.6%-ൽ നിന്ന് 2.4-ൽ നിന്ന് 2.6-ലേക്ക് സ്ലൈറ്റ്ലി ഉയർന്നു. പക്ഷേ ഇത് ആസ് എക്സ്പെക്റ്റഡ് ആണ്. എക്സ്പെക്റ്റ് ചെയ്തതും 2.6 ആണ്. അതുകൊണ്ട് തന്നെ US മാർക്കറ്റിൽ ഇന്നലെ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. മറിച്ച് ഡോ പോസിറ്റീവായിട്ടാണ് ട്രേഡ് ചെയ്തത്. ഓൾറെഡി തന്നെ US മാർക്കറ്റ് വലിയ തോതിൽ ഉയർന്ന രീതിയിലാണുള്ളത്. പ്രോഫിറ്റ് ബുക്കിംഗ് ഒന്നും തന്നെ നടന്നിട്ടില്ല. ബിറ്റ്കോയിൻ നിക്ഷേപകർക്കെല്ലാം തന്നെ ബിറ്റ്കോയിനെല്ലാം തന്നെ $1 ലക്ഷം എത്താനായിട്ട് കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ബിറ്റ്കോയിനും വലിയ തോതിൽ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റും പോസിറ്റീവാണ്. നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു ഫ്ലാറ്റ് വിത്ത് ഏകദേശം ഒരു 20-30 പോയിൻറ്റിൻ്റെ ഒരു അപ്സൈഡാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഗ്ലോബൽ ക്യൂസ് നെഗറ്റീവ് ആയിട്ടില്ല എന്നുള്ളത് നമ്മളുടെ മാർക്കറ്റ് ഇനി ഇവിടെ നിന്നൊരു യു ടേൺ നമുക്ക് ആശ്വസിക്കാം അല്ലെങ്കിൽ ആഗ്രഹിക്കാം. കാരണം FIസിൻ്റെ കയ്യിലാണ്. റീറ്റെയിലേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു പാനിക് സെല്ലിങ് മേ ബി ഇന്ന് കുറവായിരിക്കാം. കാരണം അവർ ഇന്നലെ തന്നെ സെല്ല് ചെയ്ത് മാറിയിട്ടുണ്ട്. കൂടാതെ തന്നെ നിഫ്റ്റി കഴിഞ്ഞ ദിവസം അതിൻ്റെ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഇന്നലെ ഒരാൾ കമൻറ്റ് ചെയ്ത പോലെ ഷോർട്ട് കവറിങ് ആവാം, അതല്ലെങ്കിൽ മാർക്കറ്റ് സ്ലൈറ്റ്ലി ഒരു റിവേഴ്സ് ആയതാവാം. എനിക്ക് RSIയുടെ എല്ലാം തന്നെ റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് ഹയർ ടൈം ഫ്രെയിമിൽ ഒരു ബ്രേക്കൗട്ട് നൽകിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് ആശ്വസിക്കാനുള്ള വകയുണ്ട്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിൻ 90,000-ൽ എത്തിയിരുന്നു. പിന്നെ ജസ്റ്റ് ലൈക്ക് താഴെ പോയി. ബ്രന്റ് ഓയിൽ 72, ഗോൾഡ് 2572. അപ്പോൾ ഗോൾഡൊന്നും ഇടിഞ്ഞിട്ടോ. ഇന്ത്യ വിക്സ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് 15 ഡോ ഫ്യൂച്ചർ കാണാൻ പോസിറ്റീവ്. നിക്കി ജപ്പാൻ മാർക്കറ്റ് പോസിറ്റീവ്. ഓസ്ട്രേലിയ പോസിറ്റീവ്. കൊറിയ ഫ്ലാറ്റ്. ഷാങ്ഹായ് പോസിറ്റീവ്. FTSE ഇന്നലെ ക്ലോസ് ചെയ്ത FTSE എന്ന് പറഞ്ഞാൽ UK മാർക്കറ്റാണ്, പോസിറ്റീവാണ്. ഇന്നലെ ക്ലോസ് ചെയ്ത CAC 40 ഫ്രാൻസ് മാർക്കറ്റാണ്, അത് ഫ്ലാറ്റാണ്. ഡാക്സ് ആണ്, അത് ജർമ്മൻ മാർക്കറ്റാണ്, അത് ഇന്നലെ ക്ലോസ് ചെയ്താണ്. അത് 30 പോയിൻറ്റ് മാത്രമാണ് ഇടിഞ്ഞിട്ടുള്ളൂ. ഡോ കാണാൻ 47 പോയിൻറ്റ് അപ്പും നാസ്ഡാക്ക് കാണാൻ 45 പോയിൻറ്റ് ഡൗണും. ഓൾമോസ്റ്റ് മിക്സ്ഡ് ആണ്. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ ഇന്നലെ ഇവിടെ ഉണ്ടായ ഇടിവ് അവിടെ റിഫ്ലക്റ്റ് ചെയ്തു. എന്നാലും ഇൻഫോസിസ് പോസിറ്റീവായിരുന്നു. വിപ്രോ ഒരു 0.5% ഇടിഞ്ഞു. HDFC ICICI ബാങ്കും എല്ലാം തന്നെ ഇവിടുത്തെ ഇടിവ് അവിടെ റിഫ്ലക്റ്റ് ചെയ്തു. പ്രത്യേകിച്ച് ഒന്നുമില്ല, ഇവിടുത്തെ ഇടിവ് അവിടുത്തെ റിഫ്ലക്റ്റ് ചെയ്തു, അല്ലാതെ ADRൽ ഇടിഞ്ഞിട്ടില്ല. ADR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിലെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ADRൽ ഇടിഞ്ഞാൽ ഇവിടെ ഇടിയും, ADRൽ കയറിയാൽ ഇവിടെ കയറും. അതാണ് അതിൻ്റെ ഒരു ചിന്ത. ഇനി സ്റ്റോക്കുകളുടെ വാർത്തകളൊക്കെ വരുമ്പോൾ IDയുടെ റിസൾട്ട് വന്നു. അവർ ലോസ് ആണ്, പക്ഷേ ലോസ് കുറച്ചു. കഴിഞ്ഞ തവണ 8,746 കോടി രൂപയുടെ ലോസ്, ഇത്തവണ 7,175 കോടി രൂപയിലേക്ക് ലോസ് കുറച്ചു. റവന്യൂ കൂടി. കൂടാതെ തന്നെ ആവറേജ് റവന്യൂ പെർ യൂസർ 156 രൂപയായിട്ടുണ്ട്. ടാറ്റ പവർ 126 മെഗാവാട്ട് ഉള്ള ഒരു പുതിയ പ്രൊജക്റ്റ് മധ്യപ്രദേശിൽ അവർ ഇനാഗ്രേറ്റ് ചെയ്തു. ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് നെറ്റ് പ്രോഫിറ്റ് 21% അപ്പായി, റവന്യൂ 28% അപ്പായി. ഐഷർ മോട്ടേഴ്സ് നെറ്റ് പ്രോഫിറ്റ് 8% അപ്പായിട്ടുണ്ട്, റവന്യൂ 3% അപ്പായിട്ടുണ്ട്. തെർമാക്സ് നെറ്റ് പ്രോഫിറ്റ് 25% അപ്പായിട്ടുണ്ട്. സൺ TV എന്നാൽ നെറ്റ് പ്രോഫിറ്റ് 10% ഡൗൺ ആയിട്ടുണ്ട്. ആസ്ട്രസെനിക്ക ഫാർമ നെറ്റ് പ്രോഫിറ്റ് 26% ഡൗൺ ആണ്.
PE ഇൻഡസ്ട്രീസ് നെറ്റ് പ്രോഫിറ്റ് 6% അപ്പായിട്ടുണ്ട്. മദ്രാസ് ഫെർട്ടിലൈസർ നെറ്റ് പ്രോഫിറ്റ് 3 കോടി രൂപയിൽ നിന്ന് 1 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് കുറഞ്ഞു. IRM എനർജി കമ്പനി 28 നിന്ന് 12 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് കുറഞ്ഞു. JMR ഓവർസീസ് 6 കോടി രൂപയിൽ നിന്ന് 9 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. രാംകി ഇൻഫ്ര 113 നിന്ന് 78 പ്രോഫിറ്റ് കുറഞ്ഞു. SR ഷിപ്പിംഗ് 35 കോടി രൂപ ലോസ് ഉണ്ടാക്കിയ കമ്പനിയാണ്. ഇത്തവണ 640 കോടി രൂപയുടെ വലിയ പ്രോഫിറ്റ്. ദിലീപ് ബിൽഡ്കോൺ കമ്പനി 86 കോടി രൂപയിൽ നിന്ന് 235 കോടി രൂപയുടെ വലിയ പ്രോഫിറ്റ്. വാൻബറി കമ്പനി 7 കോടി രൂപയിൽ നിന്ന് 8 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. സതേൺ പെട്രോ കെമിക്കൽസ് 51 നിന്ന് 31 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് കുറഞ്ഞു. RPP ഇൻഫ്ര 16 നിന്ന് 18 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് വർദ്ധിച്ചു. ഡിവിഡൻഡ് എത്ര രൂപയാണ്, എന്നാണ് റെക്കോർഡ് ഡേറ്റ്, കമ്പനികളുടെ റിസൾട്ട്, കലണ്ടർ, റിസൾട്ട് അനൗൺസ്മെൻറ്റ്, IPO, അങ്ങനെ എല്ലാ ഇൻഫർമേഷൻസും നമ്മുടെ ട്രേഡ് ബഡ്ഡി ടാബിലുണ്ട്. ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ പിൻ ചെയ്യാം ട്രേഡ് ബഡ്ഡി ടാബിൻ്റെ ലിങ്ക്. നിങ്ങൾക്ക് ബുക്ക് മാർക്ക് ചെയ്യാം, നിങ്ങളുടെ മൊബൈലിൽ ബുക്ക് മാർക്ക് ചെയ്യാം, എപ്പോഴും ആക്സസ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം. വീണ്ടും താങ്ക് യു.